പൂർണ്ണമായിക്കൊണ്ടും ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യത്തോട് നിരാകരിക്കാനുള്ള കാരണം ന്യൂനപക്ഷ അവകാശത്തെ ഭൂരിപക്ഷത്തിന്റെ ഹിതം പരിശോധിച്ചിട്ടല്ല എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ് എന്നതുകൊണ്ടാണ് ആ ചോദ്യത്തെ നിരാകരിക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകളെ പ്രേരിപ്പിച്ചിട്ടുള്ള വസ്തുത. ഭൂരിപക്ഷ സമുദായത്തിനും ന്യൂനപക്ഷ സമുദായത്തിനും അവകാശപ്പെട്ട മതവിശ്വാസം, ആ മതവിശ്വാസത്തെ ഹനിച്ചുകൊണ്ടുള്ള ഏക സിവിൽ കോഡ് പറയുമ്പോൾ അതേ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വത്തിൽ സൗജന്യ വിദ്യാഭ്യാസം പറയുന്നുണ്ടല്ലോ. ഭരണഘടനയുടെ 47-ാം അനുച്ഛേദത്തിൽ പറയുന്ന സൗജന്യ വിദ്യാഭ്യാസം, ഭരണഘടനയുടെ 45-ാം ഭാഗത്ത് പറയുന്ന സമ്പൂർണ്ണ മദ്യനിരോധനം, സമ്പൂർണ്ണ മദ്യനിരോധനം വേണമോ എന്ന ഒരു കണക്ക് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്നാൽ രാജ്യത്തെ എല്ലാ ആളുകളും പറയും സൗജന്യമായി വിദ്യാഭ്യാസം കിട്ടുമെങ്കിൽ അംബാനി പോലും സ്വീകരിക്കാൻ തയ്യാറാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും എല്ലാ ജനങ്ങളുടെയും ഗുണത്തിന് വേണ്ടി മദ്യം നിരോധിക്കണമോ എന്ന് ചോദിച്ചാൽ കള്ളുകുടിയ വീരന്മാരും കള്ള് കച്ചവടക്കാരും ഒഴികെ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് പറയും ഞങ്ങളുടെ രാജ്യത്തെ മദ്യം വേണ്ട. ഈ രണ്ട് കാര്യത്തിനാവട്ടെ മൗലികാവകാശം മുതൽ എതിരായ ഒരു ഭാഗത്ത് നിൽക്കുന്നുമില്ലതാനും. എന്നിരിക്കവേ എന്തുകൊണ്ടാണ് 45-ലും 47-ലും തൊടാത്ത ഗവൺമെന്റ് 44-ാം ഭാഗമാകുന്ന മാർഗനിർദ്ദേശക തത്വത്തിൽ പറയുന്ന ഏക സിവിൽ കോഡിൽ മാത്രം കടിച്ചു തൂങ്ങേണ്ട കാര്യം? അതിനാവട്ടെ മൗലികാവകാശം അപ്പുറത്ത് എതിരുമാണല്ലോ. മൗലികാവകാശം എന്ന അടിസ്ഥാനത്തെ നിരാകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന മാർഗനിർദ്ദേശക തത്വത്തിലെ 44-ാം അനുച്ഛേദത്തിലെ ഏക സിവിൽ കോഡിന് വേണ്ടി ഗവൺമെന്റ് കൂട്ടുന്ന മുറവിളി വർഗീയ ധ്രുവീകരണം വെച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ അതിൽ മാത്രം കടിച്ചു തൂങ്ങുന്നത് ലക്ഷ്യം മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് അത്തരം ആളുകളോടും ഏക സിവിൽ കോഡ് വാദികളോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, ഇതേവിടെ ചില അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തുടരുകയും ആ ഗവൺമെന്റിനെ മറപിടിച്ചുകൊണ്ട് ചില ഫെമിനിസ്റ്റുകളും മുസ്ലിം നാമധാരികളും മുസ്ലിം ബുദ്ധിജീവികളെന്ന സ്വമേധ നടിക്കുന്നവരും ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഏക സിവിൽ കോഡ് വേണ്ട എന്ന് ഞങ്ങൾ ഒരു ബാനറിന്റെ പിറകെന്നുകൊണ്ട് പറയുമ്പോൾ ഞങ്ങളുടെ വാദത്തിൽ ഒരു ഏകീകരണമുണ്ട്. എന്നാൽ ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുന്നവരുടെ വാദം എന്താ? ഏക സിവിൽ കോഡിന്റെ ബാനർ പിടിക്കട്ടെ, ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് വേണമെന്നൊരു ബാനർ, ആ ബാനറിന്റെ പിറകെ നിൽക്കുന്ന സംഘടനകൾ ആരൊക്കെയാ? അതിൽ ഏതൊക്കെ സംഘടനകളുണ്ടോ അവർക്കൊക്കെ ഓരോരോ വാദമാകുന്നു. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന മട്ടോടുകൂടി അവരവർക്ക് അവരവരുടേതായിരിക്കുന്ന താല്പര്യത്തിൽ ഏക സിവിൽ കോഡാണ്. ഇന്ന് ഏക സിവിൽ കോഡ് പറയുന്നത് സംഘപരിവാറാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ചില അജണ്ടയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കി സംഘപരിവാരം RSSനെ പോലുള്ളവരും പറയുന്നു ഏക സിവിൽ കോഡ് വേണം. ഇതേ RSSന്റെ തലവനായ ഗോൾവാൾക്കർ പണ്ട് ഏക സിവിൽ കോഡ് വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. എന്നാൽ ഇന്ന് സംഘപരിവാർ ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുമ്പോൾ അവിടെ ലക്ഷ്യമെന്താണ്? അത് ചില അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ആർക്കാ തിരിയാതെ പോകുന്നത്. എന്നാൽ ഇന്ന് ഏക സിവിൽ കോഡ് വേണ്ട എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങൾ രാഷ്ട്രീയപരമായി കൊണ്ട് ആരെയും കാണുകയല്ല. CPM അതിശക്തമായി 1986 കാലഘട്ടത്തിൽ ഏക സിവിൽ കോഡിന് വേണ്ടി വാദിച്ചവരാണ്. YB ചന്ദ്രചൂഡ് വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നടത്തിയ കമന്റിൽ ഏക സിവിൽ കോഡ് രാജ്യത്തിന് കരണീയമെന്ന് പറഞ്ഞപ്പോ അതിനെ വേദവാക്യം പോലെ സ്വീകരിക്കുകയും നാടാകെ പ്രസംഗിച്ചു നടക്കുകയും ചെയ്ത ഇടതുപക്ഷ പ്രസ്ഥാനം എന്റെ ഇന്ന് ഏക സിവിൽ കോഡ് വേണ്ട എന്ന് പറയേണ്ട കാര്യം? കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയാണെന്നും അത് ചില ഫാസിസ്റ്റ് അജണ്ടയായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതരഹിതമല്ല മതാധിഷ്ഠിതമായിരിക്കും കൊണ്ടുവരുന്ന ഏക സിവിൽ കോഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷങ്ങളും CPM-ഉം ഏക സിവിൽ കോഡിനെ നിരാകരിക്കുന്നത്. ആ ഏക സിവിൽ കോഡ് വേണ്ട എന്ന് ഇന്ന് പറയുമ്പോൾ ഇന്നലെ വരെ ഏക സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞവരാണ്. ഫെമിനിസ്റ്റുകൾ പറയുന്നു ഏക സിവിൽ കോഡ് വേണം. അതേപോലെ തന്നെ ചില മുസ്ലിം നാമധാരികളായ ഹമീദ് ചേന്നമംഗലൂരാദികൾ പറയുന്നു, ആരിഫ് ഖാന് വേണ്ടി പഠിക്കുന്ന ചില ആളുകൾ പറയുന്നു ഏക സിവിൽ കോഡാണ് കരണീയം. പക്ഷെ ഇവർ പറയുന്ന ഏക സിവിൽ കോഡല്ല ഇടതുപക്ഷം പറയുന്ന ഏക സിവിൽ കോഡ്. ഇവരാറും വന്ന ഏക സിവിൽ കോഡല്ല സംഘപരിവാർ പറയുന്ന ഏക സിവിൽ കോഡ്. ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്ന ഒരു ബാറിന്റെ പിറകെ നിൽക്കുന്ന ആളുകൾ 10 ഉണ്ടെങ്കിൽ 10ഉം 10 അഭിപ്രായക്കാരാണ്. അവർക്ക് ഇന്നേ ഒരു കോമൺ നിയമമാണ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മേശക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് ഇതാണ് നമ്മൾ രാജ്യത്തോട് പറയാൻ പോകുന്ന ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞ ഒരു സാമ്പിൾ സിവിൽ കോഡ് ലോകത്തോട് ഇന്ത്യ രാജ്യത്തോട് പറയാൻ ഏക സിവിൽ കോഡ് വാദികൾക്ക് പോലും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന വൈരുദ്ധ്യത്തിന്റെയും വൈജാത്യത്തിന്റെയും സംഘർഷത്തിന്റെയും സംഘട്ടനത്തിന്റെയും കലവറയായ ഏക സിവിൽ കോഡ് എങ്ങനെയാണ് നാനാത്വത്തിൽ ഏകത്വമാകുന്ന ബഹുസ്വരതയാകുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിക്കുക? അതുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുടെ നാട്യം അവരുടെ ചില അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്തിന് സ്വകാര്യമല്ല. പിന്നെ മുത്തലാഖാണ് ചില ആളുകളുടെ ധാരണ. ഞങ്ങൾ ചില വേറെ കാര്യം പറയുന്നു. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം
ഏക സിവിൽ കോഡ് വേണ്ട എന്ന് മുഹമ്മദല്ലോ വേണമെന്ന് പറയുമ്പോൾ അതിൽ മുത്തലാഖുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് എന്നാണെങ്കിൽ മുഹമ്മദല്ലോ തന്നെ വേണ്ട എന്ന് വെച്ചാൽ ആർക്കാ തകരാറ്? മുസ്ലിമീങ്ങളായ ചില ദമ്പതിമാരെ മീഡിയകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ ചില ഹിതം പരിശോധിച്ചുകൊണ്ട് ചർച്ച നടത്തുന്ന ചില ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ, അത്തരം ആളുകൾ ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോ ആ ആളുകളുടെ ചർച്ചയിൽ അവർ ഉയർത്തി കാണിക്കുന്നത് ഞങ്ങൾക്ക് മുത്തലാഖ് വേണ്ട, ഞങ്ങൾക്ക് തൊലാഖും വേണ്ട, ഞങ്ങൾക്ക് വിവാഹവും വേണ്ട എന്ന് തീരുമാനിച്ചോ? ഇസ്ലാമിന്റെ നിക്കാഹ് തന്നെ വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾക്ക് നിസ്കാരം മതി, നോമ്പ് മതി, ഹജ്ജ് മതി, സക്കാത്ത് മതി, ഇസ്ലാമിന്റെ അക്കാര്യം മതി. വിവാഹവും വിവാഹമോചനവും സ്വത്തവകാശവും ഞങ്ങൾക്ക് വേണ്ട, അഥവാ മുഹമ്മദല്ലോ വേണ്ട എന്നാണോ പറയുന്നത്? ആർക്കവിടെ തർക്കം? അവർക്ക് അവരുടെ ഹിതമനുസരിച്ചുകൊണ്ട് വിവാഹം നടത്താനും വിവാഹമോചനം നടത്താതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണല്ലോ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന രാജ്യത്തെ നിയമമായി തീർന്നിട്ടുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആർക്കും അത് അവലംബിക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം ഉമ്മാന്റെ കൈപിടിച്ച് ചെന്നാൽ പോലും കല്യാണം ചെയ്തിരുന്ന സ്ഥലമാകുന്നു രജിസ്റ്റർ ഓഫീസ്. അവിടെ ചെന്ന് നിക്കാഹ് അവിടെ ചെന്നുകൊണ്ട് വിവാഹം നടത്താം. ആർക്കാണതിൽ തർക്കം? ആർക്കും അതിനെ സംബന്ധിച്ചിടത്തോളം എതിരഭിപ്രായമില്ല. നമ്മുടെ ബഹുമാന്യനായ മുഖ്യാതിഥി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. ആർക്കും അതിനെ സംബന്ധിച്ചുള്ള തർക്കമില്ല. ഇനി വിവാഹം ചെയ്ത് വിവാഹിതയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാക്കുന്ന തൊലാഖ് ചെല്ലപ്പെടുന്ന സ്ത്രീകളുടെ കണ്ണീരിന്റെ കഥയാണ് പറയുന്നതെങ്കിൽ അത്തരം ആളുകളെ ക്രിമിനൽ നടപടിക്ക് വിധേയമാക്കി ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാൻ നിയമമുണ്ടല്ലോ. കോഡ് ഓഫ് സ്പെഷ്യൽ പ്രൊസീജിയർ ആക്ട്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ വെച്ചുകൊണ്ട് നിയമ നടപടികൾ വിധേയമാക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് വേണമെങ്കിലും നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനുള്ള അർഹതയുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കവേ അത് സ്വീകരിക്കുന്നതിന് പകരം മുഹമ്മദല്ലോ വേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താ? മുസ്ലിമുകൾ പറയുന്ന മുഹമ്മദല്ലോ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ മുഹമ്മദല്ലോ വേണ്ട എന്ന് പറയുന്ന ആളുകൾ മുത്തലാഖിന്റെ പേരിൽ മുസ്ലിം പെണ്ണിന്റെ കണ്ണീരാണ് പറയുന്നതെങ്കിൽ ആദ്യം പറയുന്ന ആള് നരേന്ദ്രമോദിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി സ്വന്തം ഭാര്യ യശോദയെ ഗുജറാത്തിന്റെ തെരുവിയിൽ കൊണ്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയാണെന്ന് പറയാനുള്ള വിശാല മനസ്സ് കാണിച്ചിട്ട് മതി മുസ്ലിം പെണ്ണിന്റെ പേരിൽ മുതലക്കള്ളിന് ഒഴുക്കാൻ. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ മറ്റൊരു കാര്യം ആവശ്യമില്ല. പിന്നെ മറ്റൊരാൾ ആരാ? സതീദേവിയാണ്. അതാരാ? ഞാൻ ആരെയും വിമർശിക്കുകയല്ല. പക്ഷേ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒരു ചോദ്യാവലി തയ്യാറാക്കി മുസ്ലിം സഹോദരിമാരെ സമീപിച്ചുകൊണ്ട് മുത്തലാഖ് നിരോധിക്കണം, തൊലാഖ് തന്നെ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാടാകെ അവരുടെ സർവേ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർ കേന്ദ്ര ഗവൺമെന്റിന് അയക്കാനുള്ള പരാതി ശേഖരിക്കാൻ ഒപ്പുശേഖരണം നടത്തുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, കെ.ആർ. ഗൗരിയമ്മ, ടി.വി. തോമസ് തൊലാഖ് ചൊല്ലിയത് എത്രയാ? ഒന്നല്ല, എക്കാലത്തേക്കും മരണം വരെ ഗൗരിയമ്മക്ക് ടി.വി. തോമസിനെ കാണാൻ പറ്റിയിട്ടില്ല. യുവിക്ക് എഴുതിയ തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ടല്ലോ, അവസാനമായിക്കൊണ്ട് ടി.വി. തോമസിന്റെ മരണശൈലിയിൽ ചെന്നുകൊണ്ട് അവസാന ശ്വാസം വലിക്കുന്നത് ആശുപത്രിയുടെ പിറകുവശത്തെ ജനൽപ്പാളിൽ നിന്നുകൊണ്ടാണ് ഒരു നോക്ക് കണ്ട് ഗൗരിയമ്മ കണ്ണീരോടെ മടങ്ങിപ്പോയത് എന്ന് പറയുമ്പോ എന്റെ ടി.വി. തോമസ് ഗൗരിയമ്മയെ തൊലാഖ് ചൊല്ലിയതിൽ ആർക്കും പരാതിയില്ലാത്തത്? അതേ സംബന്ധിച്ച് ആർക്കും വർത്തമാനല്ലേ? സഖാവ് പിണറായി വിജയന്റെ മകൻ അദ്ദേഹത്തിന്റെ ഭാര്യ തൊലാഖ് ചൊല്ലാൻ വേണ്ടി പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്, ജോയിന്റ് പെറ്റീഷൻ. ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളെ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് ഒഴിവാക്കി. അതാർക്കും പരാതിയില്ല, അത് ചർച്ചയില്ല. കാവ്യമാധവനെ കെട്ടാൻ വേണ്ടി മഞ്ജു വാര്യരെ തൊലാഖ് ചെയ്ത ദിലീപിനെ സംബന്ധിച്ച് ചർച്ചയില്ല. ഇവിടെ ചർച്ച ആര് ചെയ്യുമ്പോഴാ? മുസ്ലിം പെണ്ണിന്റെ തൊലാഖ് അത് തണ്ട് തപ്പിന്റെ ഏർപ്പാടാണ്, അത് അപരിഷ്കാരമാണ്. സിനിമാ നടന്മാരും രാഷ്ട്രീയ തമ്പുരാക്കന്മാരും മേലാളന്മാരും ചെല്ലുന്നത് പരിഷ്കാരം, മുസ്ലിമുകൾ ചെല്ലുന്നത് അപരിഷ്കാരം. ഈ വാക്കിന്റെ പേരാണ് കമ്മ്യൂണലായ ചിരിക്കൽ. ഇത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇസ്ലാമിൽ വളരെ കുറവാണ് ബഹുഭാര്യത്വം. ആ ബഹുഭാര്യത്വം നന്നേ കുറവുള്ള സമുദായമാണ്. ആ ബഹുഭാര്യത്വം വളരെ കുറവുള്ള സമുദായമാകുന്നു വിവാഹമോചനത്തിന്റെ കാര്യത്തിലും. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിവാഹമോചനം നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാ. രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലയാ. അതിന്റെ അർത്ഥം എന്താണ്? കൊല്ലവും മുസ്ലിം സമുദായത്തിന് പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയും. വിവാഹമോചനം വളരെ കുറവുള്ള സമുദായമായ മുസ്ലിമീങ്ങളെ ചില കാരണങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട്, ഇല്ലാത്ത കാരണങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് രാജ്യത്തെ സമൂഹത്തിന് മുമ്പിൽ വികൃതമാക്കാനുള്ള ചില തന്ത്രപ്പാടിന്റെ ഭാഗം തന്നെയാണിത്. ഞാൻ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിവാഹമോചനം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുത്തലാഖിനെ തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു ഓപ്ഷൻ എന്ന നിലയിൽ ഭരണഘടന ആവശ്യമാണ്. വധശിക്ഷ വേണമെന്നും വേണ്ടാന്നും പറയുന്നവരുണ്ടല്ലോ. വധശിക്ഷ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഗോവിന്ദസ്വാമിയെ കൊല്ലാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നത്. വധശിക്ഷ എന്ന ഓപ്ഷൻ ഭരണഘടനയിൽ ഉണ്ടെന്നുകൊണ്ടല്ലേ
അപൂർവങ്ങളിൽ അപൂർവമായിരിക്കുന്ന കൊലപാതകയെ ശിക്ഷിക്കാൻ കഴിഞ്ഞത്. എന്നെ പോലെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കുന്ന ചില തൊലാക്ക് നടക്കണമെങ്കിൽ ഇരുതല മൂർച്ചയുള്ള മുത്തലാക്ക് വേണ്ടിവരും. അതിനൊരു ഓപ്ഷൻ എന്നാൽ ഈ ഭരണഘടനയുടെ ആവശ്യമാണ് എന്നല്ലാതെ നാടാകെ മുത്തലാക്ക് വെച്ച് കെട്ടണമെന്ന് ആരും പറയുന്നില്ല. അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്, അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ദേഷ്യമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊലാഖിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്നാൽ മുത്തലാഖോ അത് പാപമാണ്, കുറ്റമാണ്. പക്ഷെ ചെല്ലിയാൽ അത് മുത്തലാഖായി തന്നെ പരിഗണിക്കണമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ എന്ന ഖുർആൻ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞത്. ഇതൊക്കെ വസ്തുതകൾ അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ഒരു പെണ്ണിന് ഒരു ഭർത്താവിനെ ഒഴിവാക്കണമെങ്കിൽ നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തിയാക്കണ്ട, ഫസ്ഖ് ചെയ്യാം, ഖുൽഉൻ നടത്താം. ഒരു പുരുഷന് ഒരു പെണ്ണിനെ തൊലാഖ് ചൊല്ലണമെന്നുണ്ടെങ്കിൽ 4 നടപടിക്രമങ്ങൾ നടത്തിയിരിക്കണം. സതുപദേശം വേണം, അത് കഴിഞ്ഞതിന് ശേഷം മാനസിക ട്രീറ്റ്മെന്റ് വേണം, അതും കഴിഞ്ഞിട്ടും ശാരീരികമായ ട്രീറ്റ്മെന്റ് വേണം, പിന്നെ പരസ്പരമുള്ള ചർച്ച നടക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് തൊലാഖ് ചൊല്ലാൻ പാടുള്ളൂ എന്നുണ്ടായിരിക്കവേ അതൊന്നും മനസ്സിലാക്കാതെ അതിനെ സംബന്ധിച്ചുകൊണ്ടൊന്നും ആലോചിക്കാതെ ഇസ്ലാമിൽ തൊലാഖ്, ഇസ്ലാമിൽ വിവാഹമോചനം, ഇസ്ലാമിൽ ബഹുഭാര്യത്വം എന്ന വിധത്തിലുള്ള പ്രചരണം നടത്തുന്നത് ചില അജണ്ടകളാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ വിശദമായി പറയുന്നില്ല. അതുകൊണ്ട് ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിന്റെ ആധികാരികമായി തന്നെ ഞങ്ങൾ പറയുന്നു, നേരത്തെ പ്രഖ്യാപിച്ചുള്ള കാര്യമാണ്. ഭരണഘടനയിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങി നിൽക്കുന്ന ഏക സിവിൽ കോഡ് ഭരണഘടനയിൽ കൊണ്ട് എടുത്തു മാറ്റണം. അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തണം. ആ കാര്യമാകുന്നു മതവിശ്വാസികൾ എന്നതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ അജണ്ടയുമായി മുന്നോട്ട് പോയി രാജ്യത്ത് എവിടെയാണോ ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് അതിനെതിരെ അതിശക്തമായ സമരപരിപാടികൾ നടത്തും. ഇത് ശരീഅത്ത് സംരക്ഷണ സമ്മേളനമാണ്. ഈ ശരീഅത്ത് സംരക്ഷണ സമ്മേളനം കോഴിക്കോട് മുതലക്കുളത്ത് വെച്ചുകൂടെ നടത്തുമ്പോൾ ചരിത്രപരമായും ആത്മീയപരമായുമുള്ള ഒരു ബന്ധം സമസ്ത കേരള ജമീഅത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയും അബുൽ ഹസൻ അലി നദ്വി സാഹിബ് എന്ന അലിമിയാനും ഒരുമിച്ചിരുന്ന വേദിയാണ് ഈ വേദി. ഒന്നിച്ച് ഒറ്റക്കെട്ടായി ശരീഅത്ത് വിരുദ്ധർക്കെതിരെ കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് വരെ ശരീഅത്തിനെതിരെ തിരിഞ്ഞുകുത്തിയപ്പോ അതിനെതിരെ ഇസ്ലാമികമായ പൊതുവേദിയുടെ പ്രൊട്ടക്ഷൻ കെട്ടിപ്പടുത്ത ശരീഅത്ത് സംരക്ഷണ വേദി ഇവിടെ കുറിച്ചപ്പോ അതിന് ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് ശംസുൽ ഉലമ തങ്ങളാണ്. ആ വേദിയാണ് ഈ വേദി. ഈ വേദിയിൽ വെച്ചുകൊണ്ടുള്ള ആ പ്രസംഗമാണ് മഹാനായ രാജീവ് ഗാന്ധി ശ്രദ്ധിച്ചതും ZR അൻസാരി വിളിച്ചുകൊണ്ട് വിവാഹമുത്തയായ മുസ്ലിം സ്ത്രീയുടെ അവകാശ സംരക്ഷണ ബില്ല് അവതരിപ്പിക്കാൻ പറഞ്ഞതും ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടി പാർലമെന്റിൽ ആ ബില്ല് മത്തായി കിട്ടുന്ന വിധത്തിലുള്ള അവർക്ക് അനുകൂലമായ സമീപനം മുസ്ലിം സമുദായത്തിന്റെ അവരുടെ ആവശ്യം നിറവേറ്റിക്കൊണ്ട് ബില്ല് പാസ്സാക്കാൻ സാധിച്ചതെങ്കിൽ അതിന്റെ ചാലക ശക്തിയും ചേരോ വികാരവും ഈ മുതലക്കുളം സമ്മേളനമാണെന്ന് പറയുന്നതിൽ നമുക്ക് 2 അഭിപ്രായമില്ല. ആ മുതലക്കുളം സമ്മേളനത്തെ ഒന്ന് പുനരാവിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒരാത്മീയ ചരിത്രപരമായിരിക്കുന്ന ബന്ധത്തെ പുതുതലമുറക്കൊന്ന് വായിച്ചു കൊടുക്കുക എന്നതുകൂടിയാണ് മുതലക്കുളം സമ്മേളനം നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത് കുറച്ചുകൂടി സമയം കഴിയുമ്പോഴേക്കും ഈ പരിസര പ്രദേശം മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റാതെ ജനബാഹുല്യം ഈ പ്രദേശത്തുണ്ടാകും. പലരും ഞങ്ങളോട് ചോദിച്ചു, സംഘാടകരോട്, സമസ്തയുടെ ശരീഅത്ത് സമ്മേളനം കോഴിക്കോട് മുതലക്കുളത്ത് എങ്ങനെയാണ് നടത്താൻ? അത് കടപ്പുറത്തേക്ക് മാറ്റിക്കൂടാൻ? കടപ്പുറത്ത് നടത്താവുന്നതാണ്, കടപ്പുറത്ത് സൗകര്യമുണ്ടാകുന്നതാ. പക്ഷേ അത് അവിടേക്ക് മാറ്റാതെ ഇവിടെ നടത്താനുള്ള പ്രധാന കാരണം ഈ ചരിത്രപരമായ ആത്മീയപരമായിരിക്കുന്ന ബന്ധത്തെ പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടിയാണ്. ശംസുൽ ഉലമയുടെ നഗറാണ് ഈ നഗർ. ശംസുൽ ഉലമയുടെ ആത്മാവിൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇവിടെ വെച്ചുകൊണ്ടാണ് ആ പ്രസംഗം നടന്നതും, ഇവിടെ വെച്ചാണ് അലിമിയാന്റെ പ്രസംഗം നടന്നതും, ഇവിടെ വെച്ചുകൊണ്ടാണ് മെഹബൂബ മില്ലത്തിന്റെ പ്രസംഗം നടന്നതും, ഇവിടെ വെച്ചുകൊണ്ടാണ് പാണക്കാട് തങ്ങളുടെ ആജ്ഞ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോടും നിങ്ങൾ ഞങ്ങളെ കണ്ടറിയണം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കണ്ടറിയേണ്ടി വരുമെന്ന ശൈഖുനാ ശംസുൽ ഉലമയുടെ വാക്കിനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ വല്ലാത്ത ചരിത്രപരമായിരിക്കുന്ന ബന്ധമുണ്ട്. ഇത് പറയാൻ സമസ്ത കേരള ജമീഅത്തുൽ ഉലമക്കാണ് ആധികാരികമായിരിക്കുന്ന ശബ്ദം. ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നിച്ചു കൂടാൻ പറ്റുന്ന വേദികളൊക്കെ മാറി നിൽക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് മുസ്ലിം ലീഗ് ഒരു വേദി വിളിച്ചപ്പോ എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഏതർത്ഥം വരെ പോകാനും തയ്യാറായി സമസ്ത ഒന്നിച്ചു വന്നപ്പോ അന്നേക്ക് വരാതെ എന്നെ വിളിച്ചത് മതിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില പോരും വാശിയും പിടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ ഏത് സമുദായ സ്പിരിറ്റിനെയാണാവോ പറയുന്നത്? 11 വർഷക്കാലം തമ്മിൽ തച്ച് പരസ്പരം ഏറ്റുമുട്ടിയ മുസ്ലിം ലീഗ് ഒരുമിച്ച് വരാൻ കാരണം ഈമസമുദരിപ്പാട് പ്രളയം വരെ നിൽക്കാൻ ശരീഅത്തുണ്ടാവില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഫയലാകെ വലിച്ചെറിഞ്ഞുകൊണ്ട് സെയ്ദ് ഉമർ ബാഫഖി തങ്ങൾ പാണക്കാട് തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മറക്കണം പൊറുക്കണമെന്ന് പറഞ്ഞെങ്കിൽ
ഈ രാജ്യത്ത് പുനരാവിഷ്കരിച്ചുകൊണ്ടായിരുന്നല്ലോ നരേന്ദ്രമോദി പറഞ്ഞത്, ശരീഅത്തിനെ തകർക്കണം, അതാണല്ലോ ഏക സിവിൽ കോഡ്, മുത്തലാഖ് വലിച്ചെറിയണം എന്ന് പറഞ്ഞ സമയത്ത് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞങ്ങളൊന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി മറക്കണം പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കാവുന്ന വേദി മുസ്ലിം ലീഗ് ഉണ്ടാക്കി തന്ന സമയത്താണെങ്കിൽ പോലും അവിടേക്ക് വന്നുകൊണ്ട് ഞങ്ങളുടെ 25 കൊല്ലക്കാലം പരസ്പരം ഏറ്റുമുട്ടിയതാണെങ്കിലും ഒരുമിക്കാനും മറക്കാനും പൊറുക്കാവുന്ന വേദി അള്ളാന്റെ ശരീഅത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നിട്ട് പോലും ആ അവസരം വലിച്ചെറിഞ്ഞുകൊണ്ട് വേറെ കൊണ്ടുനിൽക്കുകയും നരേന്ദ്രമോദിയുടെ പാദസേവ നടത്തുകയും ചെയ്യുന്ന സമീപനം ഏതടിസ്ഥാനത്തിലാണ് ഈ സമൂഹത്തിന് ന്യായീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് ശരീഅത്തിന്റെ ആധികാരിക ശബ്ദം എന്ന് പറയാവുന്നത് ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ ശബ്ദമാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്ര സത്യമാണല്ലോ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകളും ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു ചരിത്ര പുരുഷനാണ്. അവർക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത 23 കൊല്ലക്കാലം കൊണ്ട് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ അടിസ്ഥാനമാക്കിയാണ് ശരീഅത്ത്. ഖുർആനാണ് ശരീഅത്തിന്റെ അടിസ്ഥാനം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഇല്ലാത്ത ഒരു ജീവിതം അവർക്കില്ലല്ലോ. ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഒരു ഭേദഗതിയും ഇല്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവേണ്ടതുമില്ല, ഉണ്ടാവുകയുമില്ല. ആ ഖുർആന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആക്ടിൽ ഇല്ല എന്നത് വസ്തുതയാണ്. ഇടപാടുകളിൽ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുമായി വ്യവഹാരം നടക്കേണ്ട വിഷയങ്ങളൊക്കെ വരുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത്തരം കാര്യങ്ങളിൽ ചിലത്, അഥവാ വൈവാഹികം, വിവാഹത്തോട് ബന്ധപ്പെട്ട വിവാഹം ചെയ്യലും വേർപ്പെടുത്തലും മറ്റു കാര്യങ്ങളും, അതുപോലെ അനന്തരാവകാശം തുടങ്ങിയ ഈ കാര്യങ്ങളിൽ മാത്രമാണ് ശരീഅത്ത് ആക്ട് എന്ന പേരിൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിവിടെ നിലനിന്നത് കൊണ്ട് മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് മുസ്ലിങ്ങളായി ജീവിക്കാൻ ഈ ശരീഅത്ത് വേണം. അവർക്ക് അതിനപ്പുറം ജീവിക്കാൻ സാധിക്കില്ല. ആ നിയമം വിട്ടൊഴിഞ്ഞുകൊണ്ട് മറ്റൊരു സംസ്കാരം സ്വീകരിക്കാൻ അവരെ സംബന്ധിച്ച് സാധ്യമല്ല. ഇപ്പം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഇതിനൊന്നും ആർക്കും തടസ്സമല്ല എന്നതുപോലെയല്ല. അതിന് തടസ്സമായി വരുന്ന ഒരു രംഗത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കും നിങ്ങൾ. ചില നാടുകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ബാങ്ക് കൊടുക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താ? എന്നതുപോലെ തന്നെ വിവാഹത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തലാഖ് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൂടാ. തലാഖ് ചെല്ലേണ്ട അവസരത്തിൽ തലാഖ് ചെല്ലാനാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഒരൊറ്റ വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർക്ക് അകത്തളത്തിലേക്ക് കടന്നു ചെല്ലാതെ വിമർശനം നടത്താം. അത്തരം കാര്യങ്ങളൊക്കെ സവിസ്തരം ഇവിടെ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ മഹല്ലുകളിലും ഉത്ബോധനം നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കണം. പ്രത്യേകിച്ച് ഇസ്ലാമിനെ തെറ്റിദ്ധാരണയോടെ വീക്ഷിക്കുന്ന മറ്റു സമുദായത്തിലെ സഹോദരന്മാർക്കും ഈ കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരിൽ തെറ്റിദ്ധാരണ തിരുത്താനുള്ള പരിപാടിയുടെ ഭാഗമാണ് ഇത്തരം സമ്മേളനങ്ങൾ നടക്കുന്നത്. എല്ലാവരും അത് വളരെ ശ്രദ്ധയോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ആവണം പര്യവസാനിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദ്ഘാടനത്തിന് മുമ്പായി നമ്മുടെ MP ഡൽഹിയിൽ നിന്ന് നേരിട്ട് വരികയാണ്. അപ്പം ഇതിനായിട്ട് വന്നിട്ട് നേരെ എവിടെയും പോവാണ്ട് നേരെ അങ്ങോട്ട് വിട്ടതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ മേഖലയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് MP ആണ് അദ്ദേഹം എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനിന്റെ സ്പിറ്റിൽ തന്നെ നിലനിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നതിനോട് ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട സ്വാമിജി, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് സമസ്തയുടെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സമസ്തയുടെ സംഘാടകർ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ
വെള്ളിയാഴ്ച എങ്ങനെയെങ്കിലും പാർലമെന്റിൽ നിന്നും രാവിലെ യാത്ര തിരിച്ച് ഇവിടെ വൈകുന്നേരത്തേക്ക് എത്തണം എന്ന അദമ്യമായ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായി എത്തുവാനും ആദ്യം നിങ്ങളോട് 2 വാക്ക് പറയുവാനും അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ സമസ്തയുടെ മലപ്പുറത്ത് നടന്ന, ഞാനും സമദാനി സാഹിബും മൊയ്നാജിയും എല്ലാം പങ്കെടുത്ത മഹാസമ്മേളന പ്രളയത്തിൽ മുസ്ലിം ജനവികാരത്തിൻ്റെ ആളിക്കത്തിയ ഒരു പ്രതിഷേധ മാർച്ച് മലപ്പുറത്ത് നടക്കുകയുണ്ടായി. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത മാർച്ച് കേരളീയ സമൂഹത്തിൻ്റെ മുഴുവൻ കണ്ണു തുറപ്പിക്കുന്ന വലിയ ഒരു സംഭവമായിരുന്നു. ഇന്ന് ധാരാളം പണ്ഡിതന്മാരുണ്ട്, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പറുണ്ട്, സമദാനി സാഹിബുണ്ട്. എല്ലാവരും ദീർഘമായി നിങ്ങളോട് പ്രസംഗിക്കുവാൻ നിൽക്കുന്നത് കൊണ്ട് വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും വലിയ മാർഗം ഇസ്ലാമിക ശരീഅത്തിനെ തൊട്ട് കളിക്കുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിലും പലരും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വളരെ ബോധപൂർവം ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇസ്ലാമിനെ വേദനിപ്പിക്കാൻ 18 കോടി മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കാൻ ഒരു ചോദ്യാവലിയുമായി ഇറങ്ങി അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് ഇന്ന് ഇന്ത്യയിൽ നടക്കുകയാണ്. അതിനവർ കാണുന്നത്, നരേന്ദ്രമോദി കാണുന്നത്, കേട്ടാൽ തോന്നും അത് ശരിയല്ലേ എന്ന് തോന്നും. ഒരാൾ എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് 3 പ്രാവശ്യം ഞാൻ തലാക്ക് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ഭർത്തൃ ബന്ധം വേർപെട്ടു പോയി. ആ സിസ്റ്റം നമുക്ക് മാറ്റണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരെയെങ്കിലും വീട്ടിൽ ഒരെണ്ണം പോലും മുത്തലാക്ക് നടന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ മുത്തലാക്ക് നടന്നിട്ടുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ മുത്തലാക്ക് നടന്നിട്ടുണ്ടോ? പക്ഷെ ആ സിസ്റ്റം അവിടെ ഉള്ളിടത്തോളം കാലം അത് ഇസ്ലാമിക സദാചാര മൂല്യങ്ങളുടെ നിയമത്തിൻ്റെ ഭാഗമാണ്. സുപ്രീം കോടതിയിൽ അഭിഭാഷകനായ ഏറ്റവും പ്രഗത്ഭനായ ഹെഗ്ഡെ പറയുകയുണ്ടായി, ഇസ്ലാമിക് കസ്റ്റമറി ലോയുടെ ഭാഗമായ മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ ഒരു കോടതിക്കും അവകാശമില്ല, ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇന്ന് ആരാ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നത്? പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ. നിങ്ങൾ നോക്കണ്ട, മുസ്ലിം സ്ത്രീകളുടെ മാനം നോക്കാൻ, അവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഇസ്ലാം സമുദായത്തിന് സാധിക്കും. അതിനാരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. അദ്ദേഹം വന്നോട്ടെ. ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ
പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതാവ് ഈ വേദിയിലേക്ക് വരുന്നു. സംഘാടക സമിതിക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ തെറ്റായ അബദ്ധജടിലമായ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് ഇസ്ലാമിനെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ രാജ്യം നടക്കുന്നുണ്ട്. രാത്രി 8 മണിയാകുമ്പോൾ TV ചാനലിൽ കയറിയിരുന്ന് ചില മുസ്ലിം നാമധാരികൾ ഇസ്ലാമിനെ മ്ലേച്ഛവൽക്കരിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ദയനീയമായ കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇസ്ലാമിക് നിയമം, ശരീഅത്ത് നിയമം പരിശുദ്ധ ഖുർആന്റെ ഭാഗമാണ്. അത് ഭാഗമാകുന്നിടത്തോളം കാലം ഖുർആൻ ശരീഅത്തിനെ തൊടാൻ ഒരു ശക്തിയെയും ഇന്ത്യയിൽ നമുക്ക് അനുവദിക്കാൻ നിവൃത്തിയില്ല. ഒരു MP എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഇന്ത്യൻ പാർലമെന്റിൽ ഇതിനു വേണ്ട ഒരു നിയമം അവതരിപ്പിക്കാൻ പോലും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ചു പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ ഇനിയും ദീർഘമായി സംസാരിക്കുന്നില്ല. കാര്യം മഗ്‌രിബിന് മുമ്പ് അദ്ദേഹത്തിന് മഗ്‌രിബ് 6 മണി കഴിയുമ്പോൾ വാങ്കാവും. അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി വഴിമാടി കൊടുത്തുകൊണ്ട് എന്നെ ക്ഷണിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയാം. കേരളീയ സമൂഹത്തിൽ ഈ പറഞ്ഞ കടന്നാക്രമണത്തിനെതിരെ ഏറ്റവും വലിയ സംഘടിത ശബ്ദമായി ഉയർന്നു നിന്നത് സമസ്തയാണ്. സമസ്തയുടെ ശക്തി കേരളത്തിൽ മുഴുവൻ കണ്ടത് ഒരു പബ്ലിസിറ്റിയുമില്ലാതെ, ഒരു വാൾ പോസ്റ്റുമില്ലാതെ, ഒരു പ്രഖ്യാപനവുമില്ലാതെ ലക്ഷങ്ങളെ അണിനിരത്തുവാൻ സാധിച്ച സമസ്തയ്ക്കാണ് സാധിച്ചത്. അല്ലാഹു സമസ്തയുടെ മുഴുവൻ നേതാക്കൾക്കും ശക്തി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്മ നേരുന്നു. നമ്മൾ ബലമുള്ളവരാണ്. ഏറ്റവും വലിയ വെല്ലുവിളികളെ അതിജീവിച്ച ജനതയാണ് മുസ്ലിം സമുദായം. അതിനെ തൊടാൻ ഒരു കൂട്ടർക്കും സാധിക്കില്ല. തൊടുന്നവന്റെ കൈപൊള്ളും. ഇന്ന് കൈപൊള്ളി കിടക്കുകയാണ്. ട്രഷറികളിലും ഈ രാജ്യത്ത് മുഴുവൻ ക്യൂവുമായി ആൾക്കാർ കാത്തു നിൽക്കുന്നു. ഡിസംബർ 30-എല്ലാം തീരുമെന്ന്. 2 ഡിസംബർ 30 കഴിഞ്ഞാലും ഒന്നും തീരാൻ പോകുന്നില്ല. ഇന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ജനങ്ങൾ ഇതിനെതിരായി പ്രതികരിച്ചു കൊണ്ടുവരും. തൊട്ടാൽ തൊടുന്നവന്റെ കൈ പൊള്ളും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. हाज़रीन किराम, हमारे इस अज़ीमुश्शान जलसे का इफ्तिताह मुस्लिम पर्सनल लॉ बोर्ड के सीनियर मेंबर मुफक्किर इस्लाम मौलाना मोहम्मद इदरीस साहिब मद्दज़िल्लुहुल अली करेंगे। मैं बसद अदब व एहतराम आपको दावत देता हूँ कि वो आए और अपने इरशादात से हमारे दिलों को मुनव्वर फरमाएँ। नहमदहु व नुसल्ली अला रसूलिहिल करीम अम्मा बाद फ़ौज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम हुवल्लज़ी अरसला रसूलहु बिल हुदा व दीनिल हक़ लियुज़हिरहु अलद्दीन कुल्लिहि सदक़ल्लाहु मौलानाल अज़ीम व बल्लगना रसूलहुन नबियुल करीम व नहनु अला ज़ालिका लमिनश शाहिदीन व शाकिरीन वल्हम्दुलिल्लाहि रब्बिल आलमीन। सदर बावक़ार
اسٹیج پہ تشریف فرما قابل احترام قائدین ملت، حاضرین گرامی، سامعین کرام اور عزت مآب خواتین اسلام، آج کا یہ مبارک اجلاس مسلم پرسنل لا کے تعلق سے ہے اور 15 منٹ کے اندر مجھے اس بات کی وضاحت کرنی ہے کہ پوری انسانیت کے لیے مسلمانوں کا پرسنل لا یہ ایک سایہ رحمت ہے۔ اللہ رب العزت نے فرمایا کہ پروردگار وہی ہے جس نے اپنے رسول کو بھیجا ہدایت اور دین حق کے ساتھ۔ کیا مطلب ہے بھیجنے کا؟ پیغمبر کو کس کام کے لیے بھیجا؟ ہدایت اور دین حق کے ساتھ۔ تو قرآن خود ہی فرماتا ہے لِیُظْہِرَہُ عَلَى الدِّینِ کُلِّهِ، ہم نے اس لیے بھیجا ہے تاکہ قانون اسلام اور مسلمانوں کا پرسنل لا یہ دنیا کے تمام ادیان پر غالب آ جائے اور سارے ادیان اس کے مقابل میں مغلوب ہو جائیں۔ تو جب منشأ الہی یہی ہے کہ اسلامی قانون، اسلامی دستور، اسلام کا ضابطۂ حیات ساری دنیا کے قوانین پر حاوی ہو جائے گا، غالب ہو جائے گا، تو خدا کی مرضی کو بھلا کون ٹال سکتا؟ لاکھ مخالفتیں ہوں لیکن مسلمانوں کا دستور حیات جو قرآن و حدیث کی شکل میں ہمیں ملا یہ کبھی جھک نہیں سکتا ہے، یہ چڑھتے ہوئے سورج کی طرح چڑھتا ہی چلا جائے گا۔ مسلمانوں کے قانون زندگی کے تعلق سے پرسنل لا جو زیر بحث ہے، اس سلسلے میں کافی گفتگو اس بات پر کی جا رہی ہے، حکومت کی شہ بھی اس میں ہے کہ یکساں سول کوڈ، یونیفارم سول کوڈ ہندوستان میں لاگو ہونا چاہیے۔ طلاق ثلاثہ کے تعلق سے بحث کی جاتی ہے کہ اسے بند کر دیا جانا چاہیے۔ سادگی کے ساتھ مجھے آپ کی زبان نہیں آتی، یہ میری اپنی مجبوری ہے، اس لیے اردو میں میں اس بات کو سمجھاتا ہوں کہ طلاق ایک قانون رحمت ہے، یہ قانون زحمت نہیں ہے۔ طلاق کی افادیت کا تصور دنیا کے دانشوروں نے کیا اور جنہوں نے طلاق کے فائدے کو نہیں مانا وہ بڑے نقصان اور خسارے میں رہے۔ طلاق کے تعلق سے جو اسلام نے ہمیں دستور دیا ہے اس کی جو قسمیں اس پر 1 منٹ کے بعد بات کروں گا، لیکن طلاق جو دی جاتی ہے یہ بحالت مجبوری واقع ہوتی ہے اور طلاق کے سلسلے میں قرآن نے بہت وضاحت کے ساتھ اعلان فرمایا۔ طلاق مسلمانوں میں رائج ہے، جاری ہے اور ساری ہے، اگرچہ لاکھوں میں کہیں ایک آدمی طلاق دیتا ہے جو لا یوبو بہی کے مرتبے میں ہے، جس کا کوئی وزن نہیں ہے، لیکن بہرحال جب شریعت نے طلاق کا حق دیا ہے تو طلاق کا قانون نافذ رہے گا، اسے دنیا کی کوئی طاقت روک نہیں سکتی ہے۔ البتہ دوسرے مذاہب جن کے وہاں طلاق نہیں تھی اور جو طلاق کا قانون نہیں رکھتے تھے، میں ان کا حال آپ کو بتاؤں۔ ہندوستان میں جب سب سے پہلے پارلیمنٹ بنی، ہندوستان دنیا کی سب سے بڑی جمہوریت ہے اور یہاں کی پہلی پارلیمنٹ میں وزیر اعظم کی حیثیت سے پنڈت جواہر لال نہرو نے طلاق کے تعلق سے جو تقریر کی ہے وہ ریکارڈ پہ ہے اور پڑھنے کے سے تعلق رکھتی ہے۔ انہوں نے پارلیمنٹ میں کہا چونکہ ہندو مذہب میں طلاق کا کوئی قانون نہیں ہے مگر زمانے کے حالات اب اس بات کا تقاضا کر رہے ہیں کہ بحالت مجبوری شوہر کبھی کبھی طلاق دیتا ہے، اس لیے میں ہندو قوم کے لیے بھی طلاق کا قانون لاگو کرتا ہوں پارلیمنٹ کے ذریعے، اور یہ طلاق کا قانون میں مذہب اسلام سے لیتا ہوں۔ چنانچہ پنڈت جواہر لال نہرو نے مذہب اسلام سے طلاق کا قانون مانگ کر ادھار لے کر اسے اپنے ہم مذہبوں کے لیے ملک ہندوستان میں نافذ کیا اور وہ قانون آج بھی نافذ ہے۔ ہزاروں مقدمے کچہریوں میں ہندو خواتین کے اور ہندو شوہروں کے بیاہ وچھید کے لیے
طلاق کے لیے علیحدگی کے لیے دائر ہیں، جن کے فیصلے ہو رہے ہیں، تو ایک طرف تو آپ نے پہلی پارلیمنٹ میں اسلام سے، مسلمانوں سے طلاق کا قانون مانگا، اور دوسری جانب آج کے دن کچھ لوگ طلاق ہی کی مخالفت کر رہے ہیں۔ اس سے بڑھ کر بیوقوفی کی بات اور کیا ہو سکتی ہے؟ پہلے آپ ہم سے جو مانگ کے لے گئے ہیں طلاق کا قانون، وہ واپس کر دیجئے، اعلان کیجئے کہ ہندوستان میں کوئی ہندو مذہب کا ماننے والا اپنی بیوی کو کبھی طلاق نہیں دے سکے گا۔ اس کے بعد ہم سے گفتگو کیجئے، تب ہم آپ کو سمجھاویں گے کہ طلاق کتنا بڑا قانون رحمت ہے۔ لیکن چونکہ آپ ہندو مذہب کے لیے بھی یہاں کی پارلیمنٹ نے قانون طلاق نافذ کیا، اس لیے کسی سمجھدار آدمی کو طلاق کی مخالفت نہیں کرنی چاہیے۔ طلاق کبھی کبھی بہت ضروری ہو جاتی ہے، ناگزیر حالات میں ہی طلاق دی جاتی ہے۔ میں اگر آپ کے سامنے ہندوستان کی تاریخ اور یہاں کا اتہاس بیان کروں تو اجین کا ایک بڑا عظیم راجہ گزرا ہے جس کا نام ہری بھرتری تھا، اور اس کی اب مذہبی حیثیت بھی ہے۔ راجہ ہری بھرتری کا یہ تاریخی واقعہ تمام یہاں کی کتابوں میں درج ہے اور لوگ اسے پڑھتے ہیں۔ ایک شخص نے راجہ ہری بھرتری کو ایک پھل دیا، کہا تم اسے کھا لو تو ہمیشہ جوان رہو گے اور تمہاری جوانی کبھی زائل نہیں ہوگی۔ راجہ ہری بھرتری نے اس پھل کو اپنی بیوی رانی پنگلا کو دیا، کہا تم اسے کھا لو، میں اگر بوڑھا ہو گیا تو کوئی فرق نہیں پڑے گا، تمہیں ہمیشہ جوان رہنا چاہیے۔ ان کی رانی پنگلا نے اس پھل کو اپنے ایک ماننے چاہنے والے کو دے دیا، کہا تم اس پھل کو کھاؤ، ہمیشہ جوان رہو گے۔ اس نے پھل پایا تو اپنے ایک دوست کو دے دیا اور اس کی خوبیاں جان لیں، تو وہ لے جا کر کے پھل اس نے راجہ ہری بھرتری کے وہاں ہی پیش کر دیا، کہا آپ اسے کھا لیجئے، ہمیشہ جوان رہیں گے۔ راجہ ہری بھرتری نے واقعے کی تحقیق شروع کرائی تو پتہ چلا کہ ان کی رانی کے تعلقات ناجائز طور پر دوسروں سے ہے۔ اب تو ان کا دماغ فیل ہونے لگا، طلاق دے نہیں سکتے تھے اس لیے کہ ان کے وہاں طلاق کا قانون ہی نہیں تھا۔ نتیجے کے طور پر محل چھوڑ دیا، ملک میں بھیک مانگتے رہے، ایک دم خستہ حالی میں موت واقع ہو گئی۔ اگر طلاق کا پاور ہوتا تو راجہ ہری بھرتری جو عظیم شاعر بھی ہیں ہندوستان کے، وہ اپنی بیوی پنگلا کو طلاق دے کر محل سے باہر کر دیتے، مگر طلاق کا اختیار نہ ہونے کی وجہ سے راجہ ہری بھرتری کو ہی محل سے نکل جانا پڑا، اور جس کرسی میں ان کی موت ہوئی ہے اس کے بارے میں سوچا بھی نہیں جا سکتا۔ اس لیے میرے بھائی، یہ طلاق قانون رحمت ہے، اس کے بغیر کام نہیں چل سکتا۔ پنڈت جواہر لال نہرو نے اسے اپنایا۔ راجہ ہری بھرتری کا واقعہ میں نے آپ کو سنایا کہ ناگزیر حالات میں طلاق دی جاتی ہے، اور جو لوگ آج طلاق پر اعتراض کر رہے ہیں وہ بہت بڑی ناسمجھی کر رہے ہیں۔ طلاق ہر حال میں اس انداز میں اگر استعمال کی جاوے جیسا شریعت نے حکم دیا ہے تو پھر کوئی پریشانی کھڑی نہیں ہو سکتی۔ بحث اس پر بھی چھیڑی جاتی ہے صاحب، 3 طلاق ایک مجلس میں دینا یہ خلاف سنت ہے۔ میں نے کہا ہاں یہ خلاف سنت ہے، ایک مجلس میں 3 طلاق نہیں دینا چاہیے، سنت کے طور پہ دینا چاہیے، لیکن اگر کسی نے ایک ہی مجلس میں خلاف سنت 3 طلاق دے دی تو وہ تینوں طلاق واقع ہو جائے گی اور اس پر عمل کیا جائے گا۔ اس میں کسی امام کا کوئی اختلاف نہیں ہے، پورا مسلم پرسنل لا بورڈ، ہندوستان کے تمام علماء اس پر متفق ہیں کہ اگر تم نے 3 طلاق ایک مجلس میں دی تو 3 ہی مانی جائے گی، 1 یا 2 ماننے کا کوئی سوال نہیں ہے۔ 3 2 کیسے ہو سکتا ہے، 3 1 کیسے ہو سکتا ہے؟ جو بات 3 بار تم نے کہی وہ 3 مانی جائے گی۔ اس پر اعتراض کرنے والے فقہ اسلامی کو سمجھتے نہیں ہیں۔ اگر ان کو درک ہو تو سمجھیں کہ دراصل ایک قسم ہے یہ طلاق مغلظہ 3 کی صورت میں، اور یہی تیسری قسم گورنمنٹ ختم کر دینا چاہتی ہے۔ تو شریعت میں جو چیز ہے اسے اگر حکومت ختم کرے گی تو ہندوستان کا مسلمان اور یہاں کا انصاف پسند ہندو کسی حال میں اسے ماننے کے لیے تیار نہیں ہو سکتا۔ یہ ہمارا اسلامی قانون ہے اور ہمارے فقہا نے بھی اسے تصریح کے ساتھ لکھا ہے، اس لیے اس کے بدلنے کا
کوئی سوال نہیں پیدا ہوتا ہے. طلاق ضرور تکلیف دہ چیز ہے. میاں بیوی کو باہم مل جل کر کے ہی رہنا چاہیے. گھر کے بڑے بوڑھوں کو، محلے والوں کو اس بات کو سنبھال کے رکھنا چاہیے کہ کوئی طلاق نہ پیدا ہونے پاوے. لیکن اگر حالات ایسے پیدا ہو گئے کہ طلاق دے ہی دی شوہر نے تو اسے روکا نہیں جا سکتا ہے. اور اگر ایک مجلس میں 3 طلاق دی ہے تو 3 ہی مانی جائے گی. اس پر کتابیں بھی شائع ہو چکی ہیں، مفتیان کرام نے وضاحت کے ساتھ لکھا بھی ہے. اس لیے اختلافات نہیں پیدا کرنے کی کوشش کرنی چاہیے. کچھ لوگ یہ افواہ پھیلاتے ہیں کہ صاحب پرسنل لاء بورڈ میں 3 طلاق کے مسئلے پر اختلاف ہے. میں اس کا تاسیسی ممبر آل انڈیا مسلم پرسنل لاء بورڈ کا اور پوری ذمہ داری سے آپ کو بتاتا ہوں کہ پرسنل لاء بورڈ میں کوئی اختلاف نہیں ہے. اس بات پر سب متفق ہیں کہ 1 طلاق دی گئی تو 1 مانی جائے گی، 2 طلاق اگر شوہر نے دی تو 2 مانی جائے گی، اور اگر 3 طلاق دے دیا تو 3 ہی مانی جائے گی. ہم قانون شریعت کے ساتھ کوئی چھیڑ چھاڑ کرنے کا اختیار ہی نہیں رکھتے. اور جو لوگ اس بات کا مطالبہ کرتے ہیں کہ صاحب یہاں یونیفارم سول کوڈ ہونا چاہیے، یکساں دستور حیات ہونا چاہیے، میں کہتا ہوں کہ یکساں سول کوڈ اور یونیفارم سول کوڈ اس کا آپ مطالبہ کرتے ہیں، لیکن پہلے یہ تو بتائیے کہ وہ سول کوڈ ہوگا کیا. آپ نے قانون طلاق اسلام سے مانگ کر کے استعمال کیا، بہت سارا قانون آپ ہم سے لے رہے ہیں. تو اگر آپ یکسانیت لانا ہی چاہتے ہیں تو ہمارا پورا قانون آپ مان لیجئے، ہمارا اور آپ کا دستور ایک ہی ہو جائے گا اور کوئی اختلاف باقی نہیں رہے گا. 1000 سال سے مسلمان اپنی بیٹیوں کو ہندوستان میں بھی جائیداد میں بیٹے کے مقابلے میں بیٹی کو بھی حصہ دیتا رہا، مگر غیر مسلم حضرات اپنی جائیداد میں بیٹی کو حصہ نہیں دیتے تھے. ساری جائیداد کا مالک بیٹا ہی ہو جایا کرتا تھا. اب چند سال پہلے پارلیمنٹ نے ایک قانون پاس کیا اور کہا کہ ہندو مذہب کے ماننے والوں کے وہاں یا کسی مذہب کے ماننے والے کے وہاں باپ کی جائیداد میں بیٹی بھی حصے دار ہوگی. حصے دار مانا. میں یہ کہتا ہوں کہ آپ نے 1000 سال کے بعد آج بیٹی کو حصے دار مانا ہے، اسلام کا قانون لیا اور اسے آپ نے دستور کے طور پر پارلیمنٹ سے پاس کیا کہ باپ کی جائیداد میں بیٹی بھی حصے دار ہوگی. اس طرح اس قانون کو، اسلامی قانون کو پورے ملک پہ رائج کیا. میں تو مسرت و شادمانی کا اظہار کرتا ہوں کہ چلو اسلام کا جو ایک آئلی قانون تھا کہ باپ کی جائیداد میں بیٹی بھی حصے دار ہوگی، اسے ہندوستانی پارلیمنٹ نے سارے ہندوستانیوں پہ نافذ کر کے، چاہے وہ کسی مذہب کا ماننے والا ہو، ہر گھر میں اسلام کا قانون پہنچا دیا. اور یہ قانون بغیر دستک دیے ہوئے ہندوستان میں پہنچ گیا. تو بولو یہ قانون اسلام کی بالادستی نہیں ہے تو اور کیا ہے؟ ایک ایک کر کے ہمارا قانون آپ اپنانے پہ مجبور ہو رہے ہیں کیونکہ یہ قانون رحمت ہے. آج تک آپ نے بیٹی کو باپ کی جائیداد میں حصہ نہیں دیا تھا، اب دے رہے ہیں تو ہم آپ کا استقبال اور سواگت کرتے ہیں، مگر عرض یہ کرتے ہیں کہ اسی اعتدال سے دیجئے جیسا قرآن نے کہا ہے، پروردگار نے کہا ہے. بیٹے کے برابر آپ نے بیٹی کو حصہ دینے کی بات کر دی، یہ صحیح نہیں ہے. بیٹے کو 2 حصہ ملے گا تو باپ کی جائیداد میں بیٹی کو 1 حصہ ملے گا. قرآن کا یہی فیصلہ ہے. اس پر کچھ بدھ جیوں نے، دانشوروں نے اعتراض شروع کر دیا کہ بیٹا طاقتور ہوتا ہے، اسے کم ملنا چاہیے، اسے 2 حصہ کیوں، بیٹی کو 1 حصہ کیوں؟ میں نے کہا آپ نے غور نہیں کیا ہے. بیٹے کے کندھے پر کچھ اور ذمہ داریاں ہیں. بیٹا شادی کرے گا، اس کی بیوی گھر میں آئے گی، اس کے خرچ کا بھی ذمہ دار ہوگا، اس کی آل اولاد پیدا ہوگی، اس کے خرچ کا بھی ذمہ دار ہوگا. اس کے برخلاف
بیٹی اپنے شوہر کے گھر سے چلی جائے گی تو اس شوہر کی جائیداد میں بھی حصے دار بنے گی، اس طرح اسے ایک جگہ سے اور حصہ ملنے والا ہے تو اسے ہی برابر حصہ ملا، اس کے ساتھ زیادتی کہاں ہوئی ہے؟ قانون اسلام دراصل قانون رحمت ہے، اس کو سمجھنے کی ضرورت ہے۔ وہ پروردگار جس نے انسان کو پیدا کیا وہ بے پناہ چاہتا ہے انسان کو، اور انسان کے ساتھ کوئی ظلم ہو یہ میرے رب کو گوارا نہیں ہے۔ یہ مسلم پرسنل لا میں جتنی بھی دفعات ہیں یہ قرآن و حدیث کی روشنی میں ہے، ان پر جو بھی بحث کرنا چاہے کھلے دل و دماغ سے بحث کر سکتا ہے، لیکن حکومت کو یہ پاور نہیں ہے کہ وہ ایک سا سول کوڈ نافذ کرے۔ یہ ہندوستان کا چھپا ہوا نوٹ نہیں ہے کہ مودی جب چاہے اسے رد کر دے اپنے اختیار سے اور پورا ہندوستان تڑپنے لگے، ایسا نہیں ہو سکتا ہے۔ آپ لاکھ قانون سازی کرو مگر مسلمان کا جو اپنا دینی اور مذہبی قانون ہے مسلمان اسی پہ عمل کرے گا۔ کیرلا بڑا حساس صوبہ ہے، بہت پڑھا لکھا صوبہ ہے، اور میں یہاں آ کر کے بے پناہ مسرت محسوس کر رہا ہوں۔ یہاں کی جمعیت العلماء نے اس اجلاس کا اہتمام کیا، وہ لوگ لائق صد مبارکباد۔ کیرلا کی دھرتی کو پورا ہندوستان پہچانتا ہے۔ یہاں سے سیٹھ سلیمان اٹھے جو بار بار پارلیمنٹ کے ممبر ہوئے اور انہوں نے پارلیمنٹ میں رہ کر کے پارلیمنٹ میں بول کر اپنے دماغ کو استعمال کر کے یہاں کی قوموں کے تحفظ کے لیے، مسلمانوں کے مفادات کی حفاظت کے لیے جو ذرّی خدمات انجام دی ہیں اسے بھی کسی حال میں بھلایا نہیں جا سکتا۔ بے شمار لوگ لگے ہوئے ہیں، یہاں اوکلا کی تنظیم لگی ہوئی ہے اور تنظیمیں لگی ہوئی ہیں، مگر ہمیں جنگ و جدال کی دعوت نہیں دینا، یہ کچھ نہیں ہونے والا ہے۔ لاکھ ایک کوشش کریں مسلمان اپنے قانون پہ عمل کرے گا۔ کہتے ہیں کہ صاحب 3 طلاق کے بعد عورت بے سر لاچار ہو جاتی ہے، میں کہتا ہوں یہ دعویٰ بھی غلط ہے۔ اولاً تو طلاق کے بعد اسے مہر کی پوری رقم ملتی ہے، عدت کی مدت کا خرچہ ملتا ہے، پھر اسے دوسری شادی کرنے سے کسی نے نہیں روکا ہے تو وہ لاچار اور مجبور کیسے ہو سکتی ہے؟ یہ تو اس غلط تصور کا نتیجہ ہے کہ ایک شادی کے بعد دوسری شادی ہو ہی نہیں سکتی۔ ہمارے وہاں یہ تصور نہیں ہے۔ اسلام نے سب کو آزادی دی ہے، اگر ایک شوہر نے طلاق دے دی ہے تو عدت گزارنے کے بعد عورت دوسری شادی کرے گی، اسے کوئی نہیں روک سکتا ہے اگر کرنا چاہے۔ اس لیے مجبوری پیدا ہونے کا سوال نہیں پیدا ہوتا ہے۔ ہاں جن کے وہاں یہ قانون ہے کہ ایک شادی کے بعد اگر طلاق ہو گئی تو عورت دوسری شادی نہیں کر سکتی ہے، ان کے لیے ضرور مجبوری ہے تو اپنے لیے اپنی خواتین کے لیے قانون بنا ڈالیں، مگر ہمارے وہاں تو سارا بندوبست قرآن و حدیث نے کر دیا ہے، اس لیے ہمیں کچھ سوچنے اور اس پر کچھ کرنے کی ضرورت نہیں ہے۔ ہم تنکا برابر کوئی ترمیم قرآن و حدیث کے کسی حکم میں گوارا نہیں کر سکتے ہیں۔ اگر یہ مداخلت کی گئی تو آپ جانتے ہیں اس سے پہلے ایک حکومت تھی ہندوستان میں، اس نے بھی زبردست مداخلت کی تھی، پورے ہندوستان میں لڑائی لڑنی پڑی تھی۔ آج پارلیمنٹ میں ان کی تعداد اتنی کلام کے قانون میں توانائی ہے، تعزیرات ہند تو یکساں ہی یہاں ہے، اس میں کیوں نہیں کوئی بہتری پیدا ہو رہی ہے؟ کیوں جرائم میں اضافہ ہوتا جا رہا؟ معلوم ہے انسانیت سے نہیں کوئی فائدہ ہے۔ فائدہ یہ ہے جس میں انسانیت ہو وہ کام کیا جائے تاکہ لوگ آسانی کے ساتھ زندگی بسر کریں اور امن و امان کے ساتھ رہ سکیں۔ یہ پورا تعزیرات ہند ساری قوموں کے لیے یکساں، اور جرائم بڑھتا جا رہا ہے۔ میں کہتا ہوں 5 سال آپ اسلامی تعزیرات نافذ کیجئے، اگر جرائم صفر پر نہ آ جائیں تو ادریس کو پھانسی کے تختے پہ چڑھا دیجئے، کیونکہ یہ جہاں جہاں ہے نافذ وہاں جرائم ہوتے نہیں ہیں۔ سعودیہ میں جانتے ہیں اگر کسی نے چوری کی تو اس کا ہاتھ کاٹ لیا جاتا ہے۔ واقعات تو بہت کم چوری کے ہوتے ہیں۔ اگر ہندوستان میں بھی ہو جائے کہ یہاں چور کا ہاتھ کاٹا جائے گا تو لوگ دروازہ کھول کے سوئیں گے، کوئی چوری نہیں ہوگی، امن و امان آ جائے گا۔ آپ نے تو چوروں کو راحت دے رکھی ہے۔ چور اگر پکڑ کے جیل میں جاتا ہے تو اس کو کھانا کھلاتے ہیں، وہ کھانا کہاں سے آتا ہے؟ ہمارے عوام کی گاڑھی کمائی کا ٹیکس ہے جو چوروں کو کھلایا جاتا ہے، سونے کے لیے انہیں بڑھیا بستر دیا جاتا ہے۔ تو جرائم کا مزاج نہیں آپ نے سمجھا۔
قرآن نے جو سمجھایا ہے چور نے چوری کی ہاتھ کاٹو جاؤ، انہیں پبلک کی کمائی نہیں کھلانا. اور جب ایک کا ہاتھ کٹے گا، ہاتھ ایک بار کٹے گا چور کا، لیکن جب تک جیے گا اس جلسے میں آئے گا لوگ کٹا ہوا ہاتھ دیکھیں گے تو 100 بار اپنی آنکھوں سے اس کا ہاتھ کاٹیں گے. یہ چور تھا تبھی اس کا ہاتھ کاٹا گیا. تو یہ سوچ کر کے بھی چوری کا دروازہ بند ہو جائے گا. اس لیے میں پیغام دیتا ہوں کہ ہندوستان میں اسلامی تعزیرات کو نافذ کیا جائے. سبحان اللہ وآخر دعوانا الحمدللہ رب العالمین.